നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ CPM-ന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മുകേഷ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കും. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ താൻ പോകില്ലെന്ന് പറയുകയാണ് കൊല്ലം MLA മുകേഷ്. കൊല്ലം MP-യും RSSP നേതാവുമായ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ഈ വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോഴായിരുന്നു തനിക്കാണ് അത്തരമൊരു ക്ഷണം ലഭിക്കുന്നതെങ്കിൽ പോകില്ലായിരുന്നു എന്ന് മുകേഷ് വ്യക്തമാക്കിയത്. MK പ്രേമചന്ദ്രൻ അടുത്ത സുഹൃത്താണ്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും രണ്ട് തട്ടിലാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെയും വ്യക്തിഹത്യയില്ലാതെയും പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ശൈലി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തന്നെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി ഉണ്ടായി. ചില ആളുകൾ തന്നെ പ്രകോപിപ്പിക്കാൻ നോക്കി. അതൊരു ചതിക്കുഴിയാണ്. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ അതിന് നിന്നില്ല. രാഷ്ട്രീയം ഒരു സേവനവും അതുപോലെ അഭിനയം ഒരു തൊഴിലുമായിട്ട് തന്നെ കാണണം. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത് രണ്ടും നടക്കില്ല. ഒരു സിനിമാ നടൻ എന്ന രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നത്. സിനിമാ നടൻ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ ശോഭിച്ചത്. അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കും. സിനിമയുടെ ശക്തിയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്കും നാടകത്തിലേക്കും TV-യിലുമൊക്കെ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. സിനിമാ നടൻ ആയതുകൊണ്ട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെന്ന പ്രശ്നമൊന്നുമില്ല. സിനിമയിൽ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാറുണ്ടായിരുന്നുവെന്നും മുകേഷ് കൂട്ടിച്ചേർക്കുന്നു. തോൽക്കുമോ എന്ന തിരിച്ചിലൊന്നും ഇല്ല. ഉദയനാണ് താരം എന്ന സിനിമയിൽ ഞാൻ മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓടുന്നവൻ ഓടിക്കൊണ്ടേയിരിക്കും, നിൽക്കുക, തിരിഞ്ഞു നിന്ന് സംസാരിക്കുക, അവനെ രക്ഷയുള്ളൂ. അതാണ് എൻ്റെയും നയമെന്ന് മുകേഷ് വ്യക്തമാക്കുന്നു. ഞാൻ ഓടാതെ തിരിഞ്ഞു നിന്ന് പറയുന്നു, ഇതാണ് എൻ്റെ പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ കൂടെ നിൽക്കും, ശക്തമായി പോരാടും, അത്രയേ ഉള്ളൂ എന്നും MLA പറഞ്ഞു.